ഹലോ നമസ്കാരം. കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വളപ്രയോഗത്തെക്കുറിച്ചും എന്തൊക്കെ വളങ്ങളാണ് നമ്മുടെ ചെടികൾക്ക്, റോസിനും ഹൈഡ്രാഞ്ചിക്കും ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതെന്നും അതുപോലെ നമ്മുടെ പച്ചക്കറിക്ക് എന്ത് ജൈവവളമാണ് ചെയ്യുന്നത്, എന്തൊക്കെ കീടനാശിനികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ വായോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ വെളുത്തുള്ളിയാണ് ആദ്യം വിളവെടുക്കുന്നത്. ഇത് നമ്മൾ ഒക്ടോബറിലാണ് വെളുത്തുള്ളി നട്ടു കൊടുക്കുന്നത്. ഒക്ടോബറിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ജൂൺ ആവുമ്പം വിളവെടുക്കാൻ പറ്റും. അന്ന് ഞങ്ങൾ ഇത് വെളുത്തുള്ളി നട്ട സമയത്ത് നമ്മളൊരു ട്രിപ്പിന് പോയിരുന്നു. അപ്പൊ ആ സമയത്ത് കുറെ ഫോക്സും അതുപോലെ തന്നെ പൂച്ചയോ എന്തൊക്കെയോ വന്ന് നമ്മുടെ ഇതൊക്കെ മാന്തി കളഞ്ഞിരുന്നു. കിളിർത്ത് വന്ന സമയത്ത് ഫോക്സ് ഉണ്ട് ഇവിടെ ധാരാളം. അതുപോലെ ചില സമയത്ത് സ്ക്യൂറൽസ് വരാറുണ്ട്, അണ്ണാനില്ലേ. അപ്പൊ അത് വന്നിട്ട് അതും ഇങ്ങനെ ചെടിയുടെ കുഴി മാന്തി അതിന് എന്തെങ്കിലും വിത്ത് തപ്പി പോകുന്നതാണോ അതോ എന്തെങ്കിലും കടലയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുഴിച്ചിടാൻ വരുന്നതാണോ എന്നറിയില്ല. എന്താണേലും രാത്രി കാലങ്ങളിൽ ഇവരുടെയൊക്കെ ശല്യമുണ്ട്. അപ്പൊ അവരുടെ ശല്യം ഒഴിവാക്കാനായിട്ട് സാധാരണയായിട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്നത് കുറച്ച് വിനാഗിരി ചെടിയിൽ തട്ടാതെ അതിന്റെ പരിസരത്തൊന്ന് തളിച്ചു കൊടുക്കും. അപ്പൊ ആ പരിസരത്തേക്ക് ഇതൊന്നും വരത്തില്ല. പക്ഷെ ആ സമയത്ത് നമ്മൾ ഹോളിഡേ പോയത് കാരണം അന്ന് എനിക്കതൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ കുറേ വെളുത്തുള്ളി അവർ നശിപ്പിച്ച് കളഞ്ഞിരുന്നു. പിന്നെ രണ്ടാമത് നടാൻ പോയില്ല. അപ്പൊ അത് കാരണം ഇത്തവണ വെളുത്തുള്ളി കുറവാണ്. അപ്പൊ ഉള്ളത് നമ്മൾ ഇപ്പൊ പാകമായിട്ടുണ്ട്. അപ്പൊ ഇങ്ങ് പറിച്ചെടുക്കുവാണ്. ഇവിടെയൊക്കെ കുറച്ച് ചോലയായിരുന്നു ചെടിയുടെ. അപ്പൊ അത് കാരണം അധികം വിളവൊന്നുമില്ല. എന്നാലും ഉള്ളത് നമ്മൾ പറിച്ചെടുത്തു. ഇത്രയും വെളുത്തുള്ളി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനി എന്താ ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. അപ്പൊ നമ്മുടെ പച്ചക്കറിക്ക് ഞാൻ ഈ വളമാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലുപൊടിയാണ്, ഫിഷ് ബ്ലഡ് ആൻഡ് ബോൺ എന്നും പറഞ്ഞ് നമുക്ക് ഇവിടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പൊ അതാണ് ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 മാസം കൂടുമ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം വെണ്ട നട്ടിട്ട് 2 ആഴ്ച കൂടുതലായി. അപ്പൊ വേരൊക്കെ പിടിച്ചു കഴിയുമ്പോഴാണ് ഇങ്ങനെ എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നത്. അതിന്റെ ചുവടൊന്ന് ഇളക്കിയിട്ട് എല്ലുപൊടി ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മളിങ്ങനെ അതിന്റെ ചുവട്ടിലേക്ക് മണ്ണ് അടുപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു 1-2 മാസം കൂടുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വളപ്രയോഗം ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഇത് പെട്ടെന്നൊന്നും എല്ലുപൊടി അബ്സോർബ് ചെയ്യത്തില്ല, സ്ലോ റിലീസ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു 1-2 മാസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ വളം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ദിവസവും നനച്ചു കൊടുക്കണം. വളം ഇട്ട് കഴിഞ്ഞിട്ടാണേലും നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം. രാവിലെയോ വൈകുന്നേരമോ മാത്രമേ വളപ്രയോഗം ചെയ്യാവൂ. ഉച്ച സമയത്തൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. എന്നോട് ഇങ്ങനെ പലരും ചോദിച്ചിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട്. ഞാനും ഇത്തരം വിവരങ്ങളൊക്കെ ധാരാളം കൃഷി വീഡിയോകൾ കാണും. അങ്ങനെയുള്ള വീഡിയോകളിൽ നിന്ന് കിട്ടിയ ഐഡിയാസാണ് എനിക്ക്. അപ്പൊ അതൊക്കെ എനിക്ക് വർക്കൗട്ട് ആകാറുമുണ്ട്. അപ്പം നമ്മുടെ ഫ്രണ്ട് ഗാർഡനിൽ നിൽക്കുന്ന വെണ്ടകൾക്കാണ് ഇപ്പം നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ ആ സൈഡിലായിട്ട് നിൽക്കുന്നത് ഉള്ളിയാണ്. ഉള്ളി പറിക്കാറായിട്ടില്ല. ഒരു 2-3 ആഴ്ചയും കൂടെ കഴിയേണ്ടി വരുമെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇല നന്നായിട്ട് കരിയണം. ആ സമയത്താണ് ഉള്ളി നമ്മൾ പറിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഉള്ളി വിളവെടുക്കുന്ന വീഡിയോ ആ സമയത്ത് കാണിക്കാം കേട്ടോ. ഇത് നമ്മൾ നേരത്തെ പറിച്ചെടുത്ത വെളുത്തുള്ളി കഴുകിയിട്ടേക്കുവാണേ. എന്നിട്ട് അതിനെ ഇവിടെ ഞാൻ കെട്ടി തൂക്കിയിട്ടുണ്ട്. അതൊരു 2 ആഴ്ചയൊക്കെ ഇങ്ങനെ വെയിൽ കൊള്ളിച്ച് ഉണക്കിയെടുക്കണം. അപ്പോഴാണ് നമുക്ക് ദീർഘനാള് പ്രിസർവ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ കുക്കുംബർ വിളവെടുപ്പാണിത്. ഒരു 2 കുക്കുംബറേ ഉള്ളൂ. പക്ഷെ എന്നാലും ധാരാളം കായ്കൾ ഉണ്ടാകുന്നുണ്ട് അതിനകത്ത്. ഇപ്പൊ നമുക്ക് ഒരു 4 കുക്കുംബർ പറിച്ചെടുക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് എന്തൊക്കെ വളങ്ങളാണ് ഇടുന്നതെന്ന് കാണിക്കാം കേട്ടോ. നമ്മുടെ ആദ്യത്തെ ഗാർഡൻ വീഡിയോ കാണാത്തവരെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇതാണ് ചീരത്തൈ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്ക് ധാരാളം ചീര ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് മാറ്റി നടാനായിട്ട് അധികം സ്ഥലമില്ല. കാരണം എല്ലായിടവും ഇങ്ങനെ ചീര കിളുത്ത് നിൽക്കുവാണ്. എൻ്റെ ചെടിച്ചട്ടിയിൽ വരെ പൂക്കളുടെ കൂടെ വരെ ചീര കിളിർത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഞങ്ങൾ കുറെ മാറ്റി നട്ടിട്ടുണ്ട്, ഒത്തിരി മാറ്റി നട്ടു. പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ധാരാളം പേരെന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. 2-3 ഫാമിലി നമ്മുടെ അടുത്ത് വന്ന് ചീരത്തൈ കളക്ട് ചെയ്തുകൊണ്ട് പോയിരുന്നു. അപ്പൊ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചീരത്തൈ പിഴുതെടുക്കുവാണ് ഞങ്ങളിപ്പോ. അപ്പോൾ എന്നോട് ഇതിൻ്റെ തൈകളും ആമ്പൽ തൈയും ഒക്കെ ചോദിച്ചവരോട് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഇവിടെ വന്ന് കളക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ റോസയുടെ കമ്പ് ചോദിച്ചിരുന്നു. റോസ കമ്പ് ചോദിച്ചവരോടാണെങ്കിൽ ഈ സമയത്ത് നമുക്കത് വെട്ടിയെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ കമ്പ് വെട്ടിക്കഴിഞ്ഞാൽ റോസ ഡാമേജ് ആയി പോവും. അപ്പോൾ അത് നിങ്ങൾ ഒക്ടോബർ അവസാനം ആകുമ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം അതിൻ്റെ പ്രൂണിങ് ടൈം
ടൈമാണ്. ആ സമയത്ത് ഞാൻ ഉള്ള കമ്പുകൾ തരാം. എല്ലാവർക്കും ഒന്നും തരാൻ പറ്റിയെന്ന് വരില്ല, കാരണം ഒത്തിരി പേരെന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. നമ്മുടെ മെസ്സഞ്ചറിൽ കൂടെയും അല്ലാതെ തന്നെ നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്തിട്ടൊക്കെ ആണെങ്കിലും ഒത്തിരി പേരാണ് ഈ ചെടികളുടെ കാര്യം ചോദിച്ചു എന്നെ കോണ്ടാക്ട് ചെയ്തത്. പക്ഷെ ക്ഷമിക്കണം, എനിക്ക് എല്ലാവർക്കും തരാൻ പറ്റില്ല. ഒന്നാമത്തെ റീസൺ ഇതാണ്, ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നവരാണ്. അതിനിടയിൽ കുട്ടികളുടെ സ്കൂളും പഠിത്തവും അങ്ങനെ എല്ലാമായിട്ടൊരു ഓട്ടപ്പാച്ചിലാണ്. അപ്പൊ അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഈ ചെടികളും കൂടെ പോസ്റ്റ് ചെയ്യാനുള്ള സമയമില്ല. കാരണം ഒത്തിരി പേരാണ് കോണ്ടാക്ട് ചെയ്തത്, അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ വരുന്നവർക്ക് ഞാൻ തരുന്നതായിരിക്കും. ഇതിന്റെ തൈകളൊക്കെ തീരുന്നവരെ മാത്രമേ എനിക്ക് തരാൻ കഴിയുള്ളൂ. ഇപ്പൊ ഓൾറെഡി 3 ഫാമിലി വന്ന് കളക്ട് ചെയ്ത് പോയി. കുറേ പേര് എൻക്വയറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ടൈം ഫിക്സ് ചെയ്ത് ഇവിടെ വരുവാണെങ്കിൽ എനിക്കത് തരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ ഇത് നമ്മുടെ ബീൻസിന്റെയും പയറിന്റെയൊക്കെ ഇലകൾ ഞാൻ ഇങ്ങനെ നുള്ളിക്കളയുവാണ്. ഇതിൽ ഒത്തിരി ഇലകൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പൂക്കൾക്കും കായ്കൾക്കും ഒന്നും അങ്ങനെ കരുത്തുണ്ടാകില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് കൃഷി വീഡിയോയിൽ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക്. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ അത് നുള്ളിക്കളയാറുണ്ട്. അതുപോലെ തന്നെ ഈ തക്കാളിയുടെയൊക്കെ ആണെങ്കിലും ചെറിയ മുകുളങ്ങളില്ലേ, സക്കേഴ്സ്, അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും. ഇവിടെ നമ്മുടെ കുറച്ച് പച്ചക്കറികൾ പാവലും പയറും ഒക്കെ പടർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു വല കെട്ടിക്കൊടുക്കാൻ പോവുകയാണേ. അപ്പം അതിൻ്റെ പണിയാണ്. ഈ ഇടയ്ക്ക് കാലാവസ്ഥ കുറച്ച് മോശമായിരുന്നു. അത് കാരണം ഇപ്രാവശ്യം പാവലൊക്കെ വളർന്നു വരാൻ കുറച്ച് വൈകിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിനോടകം തന്നെ പൂവൊക്കെ ആകേണ്ട സമയമായിരുന്നു. അപ്പം ഇവിടെ വീണ്ടും കുറേ ചീര നിൽപ്പുണ്ട്. വെള്ളച്ചീരയും ചുമലച്ചീരയും ഒക്കെ ആയിട്ട് ഇത് നമ്മൾ മാറ്റി നട്ട ചീര വലുതായി നിൽക്കുവാണേ. ഈ ആഴ്ച കുറച്ച് പറിച്ച് എല്ലാവർക്കും ഒക്കെ കൊടുക്കണം കറി വെക്കാനായിട്ട്. നമ്മളോട് പ്ലാൻസ് ചോദിച്ച് കമൻറ്റ് ചെയ്യുന്നവർ നിങ്ങൾ എവിടെ നിന്നാണ് ആ മെസ്സേജ് അയക്കുന്നതെന്നുള്ള കാര്യം കൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കണം കേട്ടോ. ഞങ്ങളിവിടെ ഈസ്റ്റ് ലണ്ടനിലാണുള്ളത്. ഈ ഏരിയയിലുള്ളവർക്കാണെങ്കിൽ ഇവിടെ വന്ന് കളക്ട് ചെയ്ത് പോകാം, ഒരു പ്രശ്നവും ഇല്ല. നാട്ടിൽ നിന്ന് ഒരു ചേച്ചി കോണ്ടാക്ട് ചെയ്തിരുന്നു, റോസയുടെ കമ്പ് അയച്ചു കൊടുക്കാവോ എന്ന് ചോദിച്ചിട്ട്. ചേച്ചി, ഞങ്ങൾക്ക് നാട്ടിലേക്ക് പ്ലാന്റ്സ് ഒന്നും അയക്കാൻ പറ്റില്ല, അപ്പോൾ ക്ഷമിക്കണം. പിന്നെ UK പോസ്റ്റ് ചെയ്യാവോ എന്ന് ചോദിച്ചവരോടൊക്കെ എനിക്ക് ക്ഷമ പറയാനേ പറ്റുള്ളൂ. കാരണം ഡെയിലി ഒത്തിരി മെസ്സേജുകൾ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. വലകെട്ടൽ പരിപാടിയൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നിൽക്കുന്ന നമ്മുടെ ആപ്പിൾ മരമാണേ. ആപ്പിൾ നിറയെ കായ്ച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. പകുതി കൂടുതലും കിളികൾ തന്നെയാണ് കഴിക്കുന്നത്, നമ്മളധികം പറിക്കാറില്ല. പിന്നെ പിക്കിളൊക്കെ ഉണ്ടാക്കാനായിട്ട് പിഞ്ചായിരിക്കുമ്പോൾ പറിച്ച് പിക്കിളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇനി ഞാൻ ഈ ഒച്ചിന് എന്ത് മരുന്നായിടുന്നതെന്ന് കാണിക്കാം. സ്ലഗ് ആൻഡ് സ്നെയിൽ കില്ലർ എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്ന് ഗാർഡൻ സെന്ററിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ കിട്ടും. അതൊരു ഗ്രാന്യൂൾസ് ആണ്, ബ്ലൂ കളറിലെ ഗ്രാന്യൂൾസ് ആണ്. അപ്പൊ അത് ചെടിയുടെ ചുറ്റും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ, ഇതൊരു സൂര്യകാന്തിയാണ്, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒച്ച് വന്നത് തിന്നിട്ട് അത് ചത്തുപോകും. ഒച്ചിനോട് എനിക്ക് യാതൊരു ദാക്ഷിണ്യവും ഇല്ല കേട്ടോ. കായും പൂക്കളും ഒക്കെ ആയി കഴിഞ്ഞിട്ട് ആര് വേണേലും കഴിച്ചോട്ടെ. അതായത് ഫ്രൂട്ട്സ് ഒക്കെ ആര് കഴിക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷെ ഈ ചെടികൾ അത് ഈ മുളയിലേ വന്ന് തിന്നു തീർക്കുന്ന ഒച്ചിനോട് എനിക്ക് ഒരു ദാക്ഷിണ്യം കാണിക്കാൻ പറ്റില്ല. അതിനെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ സ്നെയിൽ കില്ലർ ഇട്ട് കൊന്നുകളയും. വൈകുന്നേരമാണ് ഇങ്ങനെ സ്നെയിൽ കില്ലർ ഗ്രാന്യൂൾസ് ഇടുന്നത്. അപ്പോൾ രാത്രിയാണ് ഇത് കൂടുതലും വരുന്നത്. അപ്പോൾ ആ സമയത്ത് അത് തിന്നിട്ട് അതങ്ങ് ചത്തുപോകും. അല്ലാതെ എവിടെയെങ്കിലും ഒച്ച് ജീവനോടെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് അതിൻ്റെ അടുത്ത് കൊണ്ട് ദേഹത്തിട്ടില്ല കേട്ടോ, അതിനെ മാറ്റി കുറച്ച് ഉപ്പിടും. അപ്പോൾ അത് അവിടേക്ക് ഉപ്പിൽ തട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചത്തുപോകും. അപ്പൊ നമ്മുടെ പെറ്റൂണിയ അങ്ങനത്തെ എല്ലാം, ജെറേനിയം അങ്ങനത്തെ ചെടികളൊക്കെ ഇവിടെ ഒരു ബെഞ്ചിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും ഒന്നും പൂക്കളായിട്ടില്ല. എല്ലാം കൂടെ പൂത്ത് കഴിയുമ്പം ഇത് നല്ല ഭംഗിയായിരിക്കും. അവിടെ ഒരു ഫൗണ്ടൻ പോലെ മാരിഗോൾഡും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ മാരിഗോൾഡ് ആണ് ഇത്. സീനിയാണ്, നമ്മുടെ പണ്ട് നാട്ടിലുണ്ടായിരുന്ന സീനിയയില്ലേ, നമ്മുടെ ആപ്പിൾ, ഇതൊക്കെ കേട് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഈ ഫ്രൂട്ട് ട്രീസിലൊന്നും നമ്മൾ മരുന്നൊന്നും അടിക്കാറില്ല. അത് പുഴുക്കൾ തിന്നുന്നത് അവർ തിന്നു പോട്ടെ എന്ന് വിചാരിക്കുന്നു. അവരും ഭൂമിയുടെ അവകാശികളല്ലേ. പിന്നെ കുറേയൊക്കെ ഇങ്ങനെ പഴുത്ത് കഴിയുമ്പോൾ കിളികളൊക്കെയാണ് കഴിക്കുന്നത്. കുറച്ച് നമുക്കും കിട്ടും, നമ്മുടെ ആവശ്യത്തിന് നമുക്കും കിട്ടും. അപ്പോൾ ആ പുഴുക്കുത്തൊക്കെ ഉള്ളതാണ് ഇപ്പൊ ഈ ചുമന്ന് നിൽക്കുന്നത്. അല്ലാത്തതൊക്കെ നല്ല പച്ചക്കളറിൽ തന്നെ നിൽപ്പുണ്ട്.
ഇനി മറ്റൊരു വളപ്രയോഗം കാണിക്കാം. ഇത് നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് ആണ്, പച്ചക്കറി വേസ്റ്റ് ആണ്. അതിങ്ങനെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഈ തക്കാളിയുടെയും വഴുതനയുടെയും ഒക്കെ ചോട്ടില് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് കുറച്ച് മണ്ണോ കമ്പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഈച്ചയോ സ്മെല്ലോ ഒന്നും ഉണ്ടാകില്ല. അതവിടെ കിടന്ന് കമ്പോസ്റ്റ് ആവുകയും ചെയ്യും. നമ്മുടെ തക്കാളിയാണ്, ഞാൻ അതിന്റെ താഴോട്ടുള്ള ഇലകളും സക്കേഴ്സും എല്ലാം മുറിച്ച് കളഞ്ഞിട്ട് നിർത്തിയേക്കുന്നതാണ്. പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ നന്നായിട്ട് കായ്കളൊക്കെ ആകും. ഈ കിച്ചൺ വേസ്റ്റ് ഇല്ലേ, അത് ഞാനൊരു ബക്കറ്റിലാണ് പ്രിസർവ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ കഞ്ഞി വെക്കുമ്പോൾ ഉള്ള കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു വെക്കും. ആ കഞ്ഞിവെള്ളം പുളിച്ചു കഴിയുമ്പോൾ അതിൽ ഒരു 4 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് അതും ഞാൻ ചെടികൾക്ക്, അതായത് പച്ചക്കറികൾക്ക്, മെയിനായിട്ടും പച്ചക്കറികൾക്കാണ് ഒഴിച്ചു കൊടുക്കാറുണ്ട്. കണ്ടില്ലേ, ഇത് കഞ്ഞിവെള്ളം അതിൻ്റെ അടിയിൽ കിടക്കുന്നത്. നമ്മൾ അധികം അങ്ങനെ ചോറ് വെക്കാത്തതുകൊണ്ട് ഒത്തിരി കഞ്ഞിവെള്ളം ഇല്ല. അപ്പോൾ ഒരാഴ്ചത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനകത്തുള്ള ഈ പഴുത്തൊലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ വഴുതനയുടെ ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിതങ്ങ് മൂടും. അപ്പം മൂടിക്കഴിയുമ്പം അത് അവിടെ കിടന്ന് കമ്പോസ്റ്റ് ആയിക്കൊള്ളുകയും ചെയ്യും. പിന്നെ ഇത് നമുക്ക് നേർപ്പിച്ച് ചെടികൾക്കൊക്കെ വളമായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ പുളിപ്പിച്ച് വെച്ചേക്കുന്ന കഞ്ഞിവെള്ളം നേർപ്പിച്ചെടുത്തത് നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെടികൾക്കും പച്ചമുളക്, വഴുതന, അതുപോലെ പാവല്, അതിലൊക്കെ എന്തെങ്കിലും പുഴുക്കുത്തോ കേടോ വരുവാണെങ്കിൽ അതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും. അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ സ്പ്രേ ചെയ്യാറില്ല. എന്തെങ്കിലും മുഞ്ഞയോ പുഴുക്കുത്തോ ഈ അതുപോലെ പ്രാണികളുടെ ശല്യമോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അതിലേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ നമ്മളത് 2 ദിവസം കൂടുമ്പോൾ നമ്മൾ ജൈവമായിട്ട് ഉണ്ടാക്കുന്ന കീടനാശിനിയല്ലേ, അപ്പോൾ അത് 2 ദിവസം കൂടുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ മഴയൊക്കെ ആണെങ്കിൽ ഡെയിലി സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഞാൻ കീടനാശിനി പച്ചക്കറികൾക്കൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഈ വർഷം എന്താണേലും സോഫാർ നമുക്ക് പച്ചക്കറികൾക്കൊന്നും കീടനാശിനിയുടെ ആവശ്യം വന്നിട്ടില്ല. പക്ഷെ റോസിന് കുറച്ച് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം റോസിന് മുന്നേ വന്നാൽ എന്ത് മരുന്നാണ് ഉപയോഗിക്കുന്നത് ഞാൻ കാണിക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു ഇഞ്ചിയാണ്. ഇഞ്ചി നട്ടിട്ട് ഒരു 2 മാസത്തോളമായി. ഇപ്പോഴാണ് അതൊന്ന് കിളിർത്ത് വന്നത്. സമയമെടുക്കും. അപ്പോൾ വിളവെടുക്കാനാണേലും കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ 2 ചട്ടിയിൽ ഞാൻ കുറേശ്ശെയായിട്ട് ഇഞ്ചി നട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ലിഡിലിയിൽ നിന്ന് മേടിച്ച സ്പാനിഷ് ഇഞ്ചിയാണ്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന കമ്പോസ്റ്റ്. പിന്നെ ഇത് മിറക്കിൾ ഗ്രോ എന്ന് പറയുന്ന ഒരു ലിക്വിഡ് വളമാണ്. ഇത് ഞാൻ വെള്ളത്തിൽ കലക്കി 2 ആഴ്ച കൂടുമ്പോൾ എൻ്റെ റോസിനും ചെടികൾക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ പച്ചക്കറിക്ക് ഉപയോഗിക്കില്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ ആഴ്ച വിളവെടുത്ത ഗാർലിക്കാണ്. ഇത് ഉണങ്ങി അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനിയും ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് ഇത് ഇവിടുന്ന് എടുത്ത് മാറ്റുള്ളൂ. അല്ലെങ്കിൽ മഴ വരുവാണെങ്കിൽ എടുത്തകത്ത് വെക്കും. ഇത് നമ്മുടെ ഒരു ചൊരയ്ക്ക് നമ്മുടെ ഷെഡിൻ്റെ മുകളിലേക്ക് പടരുന്നുണ്ട്. പിന്നെ ദേ ഇവിടെ ഒരു പാവല് ഇങ്ങനെ പടരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ആ സൈഡിൽ. ഇതാണ് ബഗ് ക്ലിയർ എന്ന് പറയുന്ന ഒരു ലിക്വിഡ്. ഇതാണ് ഞാൻ റോസയ്ക്കൊക്കെ അടിക്കുന്ന കീടനാശിനി. മുഞ്ഞയോ അങ്ങനെ എന്തെങ്കിലും കേടുപാടുകൾ വരുമ്പോൾ ഈ ഒരു മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. പക്ഷെ കെമിക്കൽ ആയതുകൊണ്ട് തന്നെ ഞാൻ പച്ചക്കറികൾക്കോ ഫ്രൂട്ട്സിനോ ഒന്നും അത് ഉപയോഗിക്കാറില്ല കേട്ടോ. ഫ്രൂട്ട്സിന് ഞങ്ങൾ ഒരു മരുന്നും തന്നെ അടിക്കാറില്ല. പുഴു തിന്നുന്നത് പുഴു തിന്നുകൊണ്ട് പോട്ടെ എന്ന് തന്നെ വിചാരിക്കും. നമ്മുടെ ഹൈഡ്രാഞ്ചിയ കഴിഞ്ഞ വീഡിയോയിൽ ഇത് ഫുൾ ബ്ലൂം ആയിട്ടില്ലായിരുന്നു. ഇതിപ്പോൾ ഏകദേശമൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഗാർഡൻ വിശേഷങ്ങളും വളപ്രയോഗങ്ങളും വിളവെടുപ്പും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.